സെക്ഷൻ എയും സെക്ഷൻ ബിയും സെക്ഷൻ സിയും പോലെയല്ല സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പറിനകത്തുള്ള സെക്ഷൻ ഡി. മക്കളെ, ഇവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത് എല്ലാവരും ഡിഫിക്കൽറ്റി പറയുന്ന ട്രിഗണോമെട്രിക്ക് സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് ഓർ ക്വസ്റ്റ്യൻ കാണാൻ വേണ്ടി സാധിക്കുന്നില്ല. ക്ലാസ് 10 CBSE വിദ്യാർത്ഥികൾക്ക് വേണ്ടി CBSE സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ ഓൾറെഡി റിലീസ് ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾ എല്ലാവരും അത് അറിഞ്ഞു കാണുമല്ലോ. ഏത് വിദ്യാർത്ഥിയും ക്ലാസ് 10 CBSE ബോർഡ് എക്സാമിന് പോകുന്നതിന് മുമ്പ് തന്നെ സാമ്പിൾ പേപ്പർ കൃത്യമായിട്ട് അനലൈസ് ചെയ്യണം. എങ്ങനെയാണ് ചോദ്യങ്ങൾ വരുന്നത് വളരെ വ്യക്തമായിട്ട് എല്ലാവരും മനസ്സിലാക്കണം. കാരണം ഈ കാണുന്ന പാറ്റേണിലായിരിക്കും നിങ്ങളുടെ ക്ലാസ് 10 CBSE ബോർഡ് എക്സാമിന്റെ ചോദ്യങ്ങൾ ഉണ്ടാവുക. ഒരു പാറ്റേൺ പോലും അറിയില്ല. അതാണ് ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടത്. സോ സെയിം പാറ്റേൺ ക്വസ്റ്റ്യൻസ് നമുക്ക് എന്താണ് ബോർഡ് എക്സാമിൽ പ്രതീക്ഷിക്കാം. അതുകൊണ്ട് ഒരു ഡീറ്റെയിൽ അനാലിസിസ് ആണിത് ഈ കാണുന്ന വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. മാത്സിന്റെ കംപ്ലീറ്റ് അനാലിസിസ് നമുക്ക് അതിഗംഭീരമായിട്ട് പരിശോധിക്കാം. ആദ്യമായിട്ട് പറയുകയാണെങ്കിൽ മൊത്തം നിങ്ങൾക്ക് 5 സെക്ഷൻ ഉണ്ടാവുക. സെക്ഷൻ എ എന്ന് പറയുന്നത് കംപ്ലീറ്റ് 1 മാർക്ക് ക്വസ്റ്റ്യൻസ് മാത്രമാണ്. ഇറ്റ് കംപ്രൈസസ് ഓഫ് MCQs ആൻഡ് അസേർഷൻ റീസൺ. 18 ക്വസ്റ്റ്യൻസ്. ശ്രദ്ധിക്കുക, 18 ക്വസ്റ്റ്യൻസ് MCQs ആണ്, 2 അസേർഷൻ ആൻഡ് റീസൺ. മൊത്തമായിട്ട് പറയുമ്പോൾ 20 ക്വസ്റ്റ്യൻ, ടോട്ടലി 20 മാർക്ക്. ഇതാണ് 1 മാർക്ക് പാർട്ട് നിൽക്കുന്നത് സെക്ഷൻ എ എന്ന് പറയുന്നത്. സെക്ഷൻ ബി പറയുമ്പോൾ 2 മാർക്ക് ക്വസ്റ്റ്യൻസ്, വെരി ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസ്, ഈച്ച് ക്യാരീസ് 2 മാർക്ക്. 2 ക്വസ്റ്റ്യൻ നമുക്ക് ഇന്റേണൽ ഓർ ഉണ്ടാവുന്നതായിരിക്കും. അതാണ് ശ്രദ്ധിക്കേണ്ട എല്ലാവരും. ഇന്റേണൽ ഓർ ആണ്. അതായത് മൊത്തം നിങ്ങൾക്ക് 5 ക്വസ്റ്റ്യൻ ഉണ്ടാകും. ഇതിനകത്ത് പറയുന്നത് 21ാമത്തെ ക്വസ്റ്റ്യനും 22ാമത്തെ ക്വസ്റ്റ്യനും എന്നാണ് ഒരു ഓർ ക്വസ്റ്റ്യൻ അതിനോടൊപ്പം തന്നെ ഉണ്ടാകും. ശ്രദ്ധിക്കണം, ഇവിടെ പറയുമ്പോൾ ആ കാണുന്ന ചാപ്റ്റേഴ്സ് പറയുന്നത് ഒന്ന് റിയൽ നമ്പേഴ്സും അതുപോലെ തന്നെ പ്രോബബിലിറ്റിയുമാണ്. അപ്പോൾ സെക്ഷൻ ബിക്കകത്ത് നമുക്ക് റിയൽ നമ്പേഴ്സിൽ നിന്നും പ്രോബബിലിറ്റി നമുക്ക് എന്താണ് ഒരു ഓർ ക്വസ്റ്റ്യൻ കാണാൻ വേണ്ടി സാധിച്ചു. ഇതാണ് സെക്ഷൻ ബി 2 മാർക്കിന്റെ 5 ക്വസ്റ്റ്യൻസ്. 3 മാർക്കിലേക്ക് പോകുമ്പോൾ ഇതുപോലെ തന്നെയാണ് നമുക്ക് വരുന്നത്. 6 ക്വസ്റ്റ്യൻ ആണ് എല്ലാ മക്കൾക്കും എഴുതേണ്ട ആവശ്യം വരും. 6 ക്വസ്റ്റ്യൻസ്, ഈച്ച് ക്വസ്റ്റ്യൻ ക്യാരി 3 മാർക്സ്. ടോട്ടലി പറയുമ്പോൾ 80 മാർക്സ് ആണ് നമുക്ക് സെക്ഷൻ സി വരുന്നത്. ഇവിടെയും ഇന്റേണൽ ഓർ ക്വസ്റ്റ്യൻ ഉണ്ട്. 2 ക്വസ്റ്റ്യൻ നമുക്ക് നമ്മുടെ ഇന്റേണൽ ഓർ കാണാൻ വേണ്ടി സാധിക്കുക. ഒന്ന് 26ാമത്തെ ക്വസ്റ്റ്യനും അതുപോലെ തന്നെ 30ാമത്തെ ക്വസ്റ്റ്യൻസും. ഒന്നെന്ന് പറയുന്നത് ട്രയാങ്കിൾസും മറ്റൊന്ന് ഏരിയ റിലേറ്റഡ് സർക്കിൾസും. സോ അതിഗംഭീരമായ 2 ചാപ്റ്റേഴ്സാണ് നമുക്ക് ഇന്നിവിടെ ഓർ കാണാൻ വേണ്ടി സാധിക്കുന്നത്. മക്കളെ, ഇവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത് എല്ലാവരും ഡിഫിക്കൽറ്റി പറയുന്ന ട്രിഗണോമെട്രിക്ക് സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് ഓർ ക്വസ്റ്റ്യൻ കാണാൻ വേണ്ടി സാധിക്കുന്നില്ല. അത് ഒരു പ്രശ്നം തന്നെയാണ്. കാരണം നമുക്ക് എല്ലാ ട്രിഗണോമെട്രിക് ക്വസ്റ്റ്യൻസും വളരെ ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ വേണ്ടി സാധിക്കില്ല ബഹുഭൂരിഭാഗം പേർക്കും. ആയതിനാൽ ട്രിഗണോമെട്രിക്ക് അവിടെ ഓർ ക്വസ്റ്റ്യൻ ഇല്ല. എന്നാൽ തന്നെയും ഒരു ഭാഗ്യം എന്ന് പറയുന്നത് ട്രയാങ്കിൾസ് പൊതുവെ ഡിഫിക്കൽട്ട് ആണ്. ട്രയാങ്കിൾസിന് ഒരു ഓർ ക്വസ്റ്റ്യൻ ഉണ്ട്. ആൻഡ് സർക്കിൾസും പൊതുവെ ഡിഫിക്കൽട്ട് ആണ്. നമുക്ക് അവിടെ നമുക്ക് ഒരു ഓർ ക്വസ്റ്റ്യൻ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് ഒരു ബെനിഫിറ്റ് ആയിട്ട് പറയാൻ വേണ്ടി സാധിക്കുന്ന ഒരു കാര്യം കൂടി തന്നെയാണ്. എന്നാലും ഈ കാണുന്ന ഓർ ക്വസ്റ്റ്യൻ നമുക്ക് എന്താണ് കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ കുറച്ചുകൂടി നേരം കഴിയുമ്പോൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. നെക്സ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത് സെക്ഷൻ ഡി. അത് 5 മാർക്കിന്റെ 4 ക്വസ്റ്റ്യൻസ് നിങ്ങൾ എഴുതേണ്ട ആവശ്യമുണ്ട്. മൊത്തം 5 മാർക്കിന്റെ 4 ക്വസ്റ്റ്യൻ. ഞാൻ സെക്ഷൻ ഡി കംപ്ലീറ്റ്ലി തറവായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കും. കാരണം സെക്ഷൻ ഡി ആണ് ഈ ക്വസ്റ്റ്യൻ പേപ്പറിനെ എൻറ്റയർലി മാറ്റാൻ വേണ്ടി പോകുന്നത്. സെക്ഷൻ എയും സെക്ഷൻ ബിയും സെക്ഷൻ സിയും പോലെയല്ല സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പറിനകത്തുള്ള സെക്ഷൻ ഡി. ഇറ്റ് ചേഞ്ചസ് ദി ക്വസ്റ്റ്യൻ പേപ്പർ ഇൻ ടു വേറെ ലെവൽ. നോക്കിക്കോളൂ. ആൻഡ് ഫൈനലി സെക്ഷൻ ഇ മറ്റൊന്നുമല്ല, കേസ് സ്റ്റഡി. വളരെ സുഖമായിട്ട് ആൻസർ ചെയ്യാൻ വേണ്ടി സാധിക്കുന്ന ചില ക്വസ്റ്റ്യൻസും ഉണ്ട്, പക്ഷേ ഈക്വലി ഹാർഡ് ക്വസ്റ്റ്യൻസും ഉണ്ട്. അതുകൊണ്ട് കേസ് സ്റ്റഡി എല്ലാ മക്കളും ശ്രദ്ധിക്കണം. നമ്മൾ നേരെ തന്നെ ഒരു അനാലിസിലേക്ക് പോകാം. MCQ മൊത്തം ഞാൻ പറഞ്ഞിരുന്നു നമുക്ക് ഇവിടെ ഉള്ളത് 20 MCQs ഉണ്ട്. 20 1 മാർക്ക് ക്വസ്റ്റ്യൻസ്. ഈ കാണുന്ന 20 1 മാർക്ക് ക്വസ്റ്റ്യനിലെ വളരെ കൂളായിട്ട് പറയാൻ പറ്റും നമുക്ക് 11 ക്വസ്റ്റ്യൻസ് ഈസിയാണ്, വളരെ ഈസി. ആർക്കായാലും ആൻസർ ചെയ്യാൻ പറ്റും. ഏറ്റവും ബേസിക് ആയ ക്വസ്റ്റ്യൻസ്, വളരെ ചെറിയ കോൺസെപ്റ്റ് മാത്രം അറിഞ്ഞ് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ വളരെ കൂളായിട്ട് നമുക്ക് എന്താണ് ആൻസർ ചെയ്യാൻ വേണ്ടി സാധിക്കുന്ന ക്വസ്റ്റ്യൻസ്. നമ്മുടെ അസ്ത്ര ബാച്ചിലൊക്കെ തന്നെ പറഞ്ഞ നിരന്തരമായിട്ട് പറയുന്ന ചോദ്യങ്ങൾ മാത്രമാണ് നമുക്ക് MCQയിൽ കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഞാൻ ലാസ്റ്റ് ക്ലാസ് പറഞ്ഞ ഈ പറയുന്ന സൈൻ തീറ്റ പ്ലസ് കോസ് തീറ്റ ഡിവൈഡഡ് ബൈ സൈൻ തീറ്റ മൈനസ് കോസ് തീറ്റ, എന്താണ് അതിന്റെ വാല്യൂ ഇഫ് ടാൻ തീറ്റ ഇസ് ഗിവൺ, ഡിവൈഡഡ് ബൈ കോസ് തീറ്റ കോൺസെപ്റ്റ്. അപ്പോൾ ഇത്തരത്തിലുള്ള വളരെ സിമ്പിളായി നിൽക്കുന്ന ട്രിഗണോമെട്രിയിലെ ക്വസ്റ്റ്യൻസ് എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് വളരെ ഈസി ആയിട്ട് നമുക്ക് എന്താണ് ക്രാക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കുന്ന 11 ക്വസ്റ്റ്യൻ ആണ് നമുക്ക് MCQസിനകത്തുള്ളത്, ഫസ്റ്റ് 1 മാർക്കിനകത്തുള്ളത്. ആൻഡ് പറയുമ്പോൾ 6 ക്വസ്റ്റ്യൻ ഒരു മീഡിയം ലെവൽ, അത് കുറച്ച് കോൺസെപ്റ്റ് പഠിച്ച കുട്ടിക്ക് ആൻസർ ചെയ്യാൻ വേണ്ടി സാധിക്കും. ആൻഡ് ഫൈനലി 3 ക്വസ്റ്റ്യൻ ഹാർഡാണ്. അത് നിങ്ങൾ പഠിക്കുന്ന വേണം. നല്ല രീതിക്ക് പഠിച്ച വിദ്യാർത്ഥികൾ മാത്രമാണെന്ത് ഈ കാണുന്ന ലാസ്റ്റ് 3 ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ വേണ്ടി സാധിക്കുള്ളൂ. അതായത് ടോട്ടലി 20 ക്വസ്റ്റ്യൻസ് നമുക്ക് എന്താണ് മക്കളെ 3 ക്വസ്റ്റ്യൻസ് ഹാർഡാണ്. ബാക്കി നമുക്ക് എന്താണ് ഒരു ആവറേജ് കുട്ടിക്ക് വളരെ കൂടുതലായിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. ശ്രദ്ധിക്കുക, ഞാൻ ആവറേജ് എന്ന് പറയുമ്പോൾ എല്ലാ വിദ്യാർത്ഥികളും വളരെ സുഖമായിട്ട് പഠിച്ചുകൊണ്ട് എബവ് ആവറേജ് അല്ലെങ്കിൽ ടോപ്പ് മാർക്കിലേക്ക് എത്താൻ പറ്റും. ഈ കാണുന്ന ടോപ്പ് മാർക്കിലേക്ക് എത്താനുള്ള ട്രിക്കുകളും ടിപ്പുകളും നമ്മൾ എന്താണ് ഭാവിയിൽ നിങ്ങളിലേക്ക് എല്ലാം തന്നെ എത്തിക്കേണ്ടതായിരിക്കും. ക്ലാസ് 10 CBSE വിദ്യാർത്ഥികൾക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ ഈ പറയുന്ന ചാനലിനകത്ത് നൽകുന്നതാണ് Xylem ക്ലാസ് 10 CBSE. സോ
സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ കാണുന്ന ചാനൽ എത്രയും വേഗം തന്നെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. മുന്നോട്ട് പോകുന്നു, സെക്ഷൻ ബിയിലേക്ക് പോകുന്നു. സെക്ഷൻ ബി ഞാൻ പറഞ്ഞിരുന്നു 2 മാർക്ക് ക്വസ്റ്റ്യൻസ്. ഇതിനകത്ത് 3 ക്വസ്റ്റ്യൻ നമുക്ക് വളരെ ഈസിയാണ്, 2 അത്യാവശ്യം പഠിക്കാൻ വേണ്ടിയുണ്ട് മീഡിയം ലെവൽ. അതായത് ഹാർഡ് നമുക്ക് എന്താണ് ഒന്നും തന്നെ കാണാൻ വേണ്ടി സാധിക്കുന്നില്ല. അതാണ് 2 മാർക്കിന്റെ പ്രത്യേകത. എല്ലാ വിദ്യാർത്ഥികൾക്കും വളരെ സുഖമായിട്ട് തന്നെ 2 മാർക്കിന്റെ 5 ക്വസ്റ്റ്യനും ആൻസർ ചെയ്യാൻ വേണ്ടി സാധിക്കും. നമ്മൾ 3 മാർക്കിലേക്ക് പോകുമ്പോൾ 3 മാർക്കിലേക്ക് പോകുമ്പോൾ നമുക്കവിടെ വളരെ സുഖമായിട്ട് ആൻസർ ചെയ്യാൻ വേണ്ടി സാധിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ആൻഡ് വളരെ സുഖമായിട്ട് നമുക്ക് മീഡിയം ലെവലിൽ പറയുന്ന 2 ക്വസ്റ്റ്യനും ഉണ്ട്. ആൻഡ് അടുത്ത് നമുക്ക് എന്താണ് 2 ക്വസ്റ്റ്യൻ നല്ല രീതിയിൽ പണി തരുന്ന ചോദ്യമുണ്ട്. ഗംഭീരമായിട്ട് പണി തരുന്ന 2 ചോദ്യമാണ് നിങ്ങൾക്ക് 3 മാർക്കിൽ കാണാൻ വേണ്ടി സാധിക്കുക. അപ്പോൾ ചോദിക്കും 5 എണ്ണലായിട്ടുള്ളൂ, 1 ബാക്കിയിലേക്ക്. ഈ 1 ബാക്കി എന്ന് പറയുന്നത് ഓർ ക്വസ്റ്റ്യൻ ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈ കാണുന്ന ക്വസ്റ്റ്യനകത്ത് 1 ഈസിയുമാണ്, 1 മീഡിയവുമാണ്. ശ്രദ്ധിക്കണം. അപ്പോൾ ഈസി ക്വസ്റ്റ്യൻ നമുക്ക് അറിഞ്ഞില്ലെങ്കിൽ കുറച്ച് പണി കിട്ടും. മീഡിയം നമുക്ക് എന്താണ് പഠിച്ചിരിക്കണം, അതൊരു ഭാഗ്യം തന്നെയാണ്. കാരണം മീഡിയം അറിയില്ലെങ്കിൽ എന്താണ് നമുക്ക് ഈസി ആൻസർ ചെയ്യാം. അങ്ങനത്തെ ഒരു ഭാഗ്യം നമുക്ക് എന്താണ് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. പക്ഷേ മാർക്ക് കൂടുന്തോറും ക്വസ്റ്റ്യൻ ഡിഫിക്കൽട്ടി നമുക്ക് എന്താണ് ഇവിടെ കൂടുന്നതായിട്ട് കാണാൻ വേണ്ടി സാധിക്കും. 3 മാർക്കിന്റെ ക്വസ്റ്റ്യനകത്ത് 2 ക്വസ്റ്റ്യൻ നമുക്ക് എന്താണ് കുറച്ചും കൂടിയും ഡിഫിക്കൽട്ട് ആയിട്ടാണ് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഹാർഡിനകത്ത് നമുക്ക് എന്താണ് ഉൾപ്പെടുത്താൻ വേണ്ടി സാധിക്കും. ആൻഡ് ഫൈനലി ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാർട്ട്, ഡി സെക്ഷൻ 5 മാർക്സിന്റെ പാർട്ട്. ഇതിനകത്ത് 2 ക്വസ്റ്റ്യൻ എൻറ്റയർലി ഡിഫിക്കൽട്ടാണ്. അവിടെ നിന്ന് ആരംഭിക്കാം. 2 ക്വസ്റ്റ്യൻ ഫുള്ളി ഡിഫിക്കൽട്ട്. ഞാൻ 3ാമത്തെ ക്വസ്റ്റ്യനിൽ വരുമ്പോൾ അതിലത്തെ ഓർ ക്വസ്റ്റ്യൻ ഉണ്ട്, 1 ക്വസ്റ്റ്യൻ ഡിഫിക്കൽട്ട്, 1 മീഡിയം. സോ 3 ക്വസ്റ്റ്യൻ പറയുമ്പോൾ വേണമെങ്കിൽ നമുക്ക് പറയാം 3 ഡിഫിക്കൽട്ടാണ്. കാരണം 3ാമത്തെ ക്വസ്റ്റ്യന്റെ ഓർ ക്വസ്റ്റ്യൻ ഡിഫിക്കൽട്ടും 1 മീഡിയമാണ്. ആൻഡ് ഫൈനലി നമുക്ക് എന്താണ് 4ാമത്തെ ക്വസ്റ്റ്യൻ പറയുമ്പോൾ അത് നമുക്ക് ഈസിയിൽ ഉൾപ്പെടുത്താം. സോ ഒരു ഈസി ക്വസ്റ്റ്യനും വേണമെങ്കിൽ പറയാം 3 നമുക്ക് എന്താണ് നമുക്ക് ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ ആയിട്ട് കാണാൻ വേണ്ടി സാധിക്കുന്നു. അതായത് സെക്ഷൻ ഡി എന്ന് പറയുന്നത് അത്രമേൽ ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കുന്ന ഒരു ഭാഗമല്ല. അപ്പോൾ ചോദിക്കും എങ്ങനെയാണ് ഞാൻ ഡിഫിക്കൽട്ടി ഡിഫൈൻ ചെയ്ത്? പല ആംഗിളുണ്ട്. ഒന്ന്, കാൽക്കുലേഷൻ ഡിഫിക്കൽട്ട്. കാൽക്കുലേഷൻ ഈസി അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, അതൊരു ഡിഫിക്കൽട്ട് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. കാരണം CBSE ബോർഡ് എക്സാം സംബന്ധിച്ച് നിങ്ങൾ എക്സാം ഹാളിൽ ഇരിക്കുമ്പോൾ മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും ഈസി ആയിട്ട് ചെയ്യാമെന്ന് ആരും വിചാരിക്കണ്ട. കാരണം എക്സാം പ്രഷർ അത് ചെറുതല്ല. നമ്മൾ ഇപ്പോൾ തന്നെ പഠിക്കുമ്പോൾ ഓരോ ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്ത് പഠിക്കണം. ആരും തന്നെ കാൽക്കുലേറ്റർ ഉപയോഗിക്കരുത്, അതിൻ്റെ അഭ്യർത്ഥനയാണ്. കാരണം നിങ്ങൾ എത്ര ചെറിയ കാൽക്കുലേഷൻ ആണെങ്കിലും നിങ്ങൾ ചെയ്യുക, നിങ്ങൾ ചെയ്ത് പഠിക്കുക. മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷനും എല്ലാം തന്നെ അത്രമേൽ സ്പീഡാക്കുക. എന്നാൽ മാത്രമാണ് നമുക്ക് ക്ലാസ് 10 CBSE ബോർഡ് എക്സാമിൽ എത്ര വലിയ മൾട്ടിപ്ലിക്കേഷൻ വന്നാലും എത്ര വലിയ ഡിവിഷൻ വന്നാലും വളരെ സുഖമായിട്ട് തന്നെ ചെയ്യാൻ വേണ്ടി സാധിക്കുള്ളൂ. ആൻഡ് ഈ പറയുന്ന സെക്ഷൻ ഡിക്കകത്ത് എനിക്കൊരു ഭാഗം, ഒരു വളരെ കൗതുകമായ ഒരു ഭാഗം ഉണ്ടായിരുന്നു, ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അത് മറ്റൊന്നുമല്ല, ലീനിയർ ഇക്വേഷൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഈ ലീനിയർ ഇക്വേഷൻ ഒരു ക്വസ്റ്റ്യനകത്ത് 1 വളരെ ഈസി, എല്ലാവർക്കും വളരെ കൂളായി ചെയ്യാൻ പറ്റും. ഗ്രാഫിൻ്റെ ക്വസ്റ്റ്യൻ ആയിരുന്നു. സെക്കൻഡ് വൺ പക്ഷെ അങ്ങനെയല്ല. നല്ല രീതിയിൽ പഠിച്ച വിദ്യാർത്ഥിക്ക് മാത്രം ആൻസർ ചെയ്യാൻ വേണ്ടി സാധിക്കുന്ന ക്വസ്റ്റ്യനാണ് നമുക്ക് അവിടെ ഓർ ക്വസ്റ്റ്യൻ കാണാൻ സാധിക്കുന്നത്. അതാണ് മക്കളെ സെക്ഷൻ ഡിയുടെ ഡിഫിക്കൽട്ടി. എപ്പോഴും പറയുന്നത് ഒന്ന് നമ്മൾ സൂക്ഷിക്കണം, അവിടെ പണി കിട്ടാം. ആൻഡ് ഫൈനലി നമ്മൾ കേസ് സ്റ്റഡി വരുന്നു. കേസ് സ്റ്റഡി ഞാൻ ഈസി ഗണത്തിൽ ഒന്നും ഉൾപ്പെടുത്തിയിട്ടില്ല. 2 ക്വസ്റ്റ്യൻ ഒരു മീഡിയം ലെവലും ആൻഡ് 1 നമുക്ക് എന്താണ് ഡിഫിക്കൽട്ടായിട്ട് കാണാൻ വേണ്ടി സാധിക്കുന്നത്. ആൻഡ് ഇവിടുത്തെ ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് AP എന്ന് പറയുന്ന നിരന്തരമായിട്ട് CBSE ബോർഡ് എക്സാമിന് കേസ് സ്റ്റഡി ചോദിക്കുന്ന ഒരു ചാപ്റ്ററാണ് അരിത്മെറ്റിക് പ്രോഗ്രഷൻ. ഈ APയിലെ ഒരു ക്വസ്റ്റ്യനാണ് നമുക്ക് എന്ത് ഡിഫിക്കൽട്ടായിട്ട് ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സോ എല്ലാ മക്കളും ഈ കാണുന്ന ഡിഫിക്കൽട്ടി വെച്ചുകൊണ്ട് തന്നെ പഠിക്കാൻ വേണ്ടി തീരുമാനിക്കണം. കാരണം CBSE ക്ലാസ് 10 ബോർഡ് എക്സാമിൻ്റെ സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് ഇത്രമേൽ ക്വസ്റ്റ്യൻസ് നമുക്ക് ഹാർഡായിട്ട് വരികയാണെങ്കിൽ അത് CBSE തരുന്നൊരു ഹിൻ്റാണ്. ക്ലാസ് 10 CBSE ബോർഡ് എക്സാം ഡിഫിക്കൽട്ട് ആയിരിക്കും എന്നുള്ളൊരു ഹിൻ്റാണ് CBSE ഈ നിമിഷം തരുന്നത്. 2024 ക്ലാസ് 10 CBSE ബോർഡ് എക്സാം അത്യാവശ്യം ഈസി ആയിരുന്നു. NCERT ബുക്കിനകത്ത് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. വളരെ സുഖമായിട്ട് ഒരുപാട് വിദ്യാർത്ഥികൾക്ക് 90% മാർക്ക് മേലെ ലഭിക്കുകയും ചെയ്തു. പക്ഷേ അത്തരത്തിലൊന്നായിരിക്കും 2025 CBSE ബോർഡ് എക്സാം എന്ന് ഞാൻ ഉറപ്പ് പറയുന്നില്ല. അതാണ് CBSEയുടെ സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഹിൻറ്റ്. സോ മക്കളെ, നമ്മളിതാ പഠിക്കേണ്ട സമയമായി കഴിഞ്ഞു. ഇനി നമുക്ക് ബാക്കിയുള്ള മാസം എന്ന് പറയുന്നത് ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി 4 മാസമാണ്. ആൻഡ് അവസാനത്തെ ഫെബ്രുവരി മാസം 15 ദിവസം എന്നാണ് ഫുൾ റിവിഷന് വേണ്ടി മാറ്റിവെക്കും. ആയതിനാൽ 4 മാസം മാത്രമാണ് നമുക്ക് പഠിക്കാൻ വേണ്ടിയുള്ളൂ. ഈ കാണുന്ന 4 മാസം എല്ലാ മക്കളും അത് ഗംഭീരമായിട്ട് പഠിച്ച് ക്ലാസ് 10 CBSE ബോർഡ് എക്സാമിൽ ഫുൾ മാർക്കിലേക്ക് എത്തുക തന്നെ വേണം. CBSE ക്വസ്റ്റ്യൻ പേപ്പർ എത്ര ഡിഫിക്കൽട്ട് ആക്കിയാലും നമ്മൾ പേടിക്കേണ്ടതില്ല. കാരണം നമ്മൾ ക്ലാസ്സിനകത്ത് ഡിസ്കസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കും
ലാസ്റ്റ് ഇയർ CBSE ബോർഡ് എക്സാമിന് ഉണ്ടായിരുന്നത്, അതിൻ്റെ മുമ്പത്തെ കൊല്ലവും CBSE ബോർഡ് എക്സാമിന് ഉണ്ടായിരുന്നത്. ഞാൻ പറയുന്നു, നിങ്ങൾ എഴുതാൻ വേണ്ടി പോകുന്ന ക്ലാസ് 10 CBSE ബോർഡ് എക്സാമിനും നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് തന്നെയായിരിക്കും ഉണ്ടാവുക. സോ എല്ലാ മക്കളും ഒരു ലൈവ് പോലും ഇടാതെ കാണണം. ലൈവിനകത്ത് ഡിസ്കസ് ചെയ്യുന്ന എല്ലാ ക്വസ്റ്റ്യൻസും നിർബന്ധമായിട്ട് പഠിക്കണം. സോ മക്കളെ, സീ യു ഓൾ. നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ടിൽ ദെൻ ബൈ ഓൾ. ആൻഡ് ട്രിഗണോമെട്രി നിങ്ങൾ ആവശ്യപ്പെട്ട പോലെ തന്നെ 1 ഷോട്ട് റിവിഷനുമായിട്ട് ഞാൻ വരുന്നുണ്ട്. എന്തായാലും നിങ്ങൾക്കുള്ള ഡേറ്റ് അറിയിക്കും. സോ ബൈ ഗൈസ്, താങ്ക് യു ഓൾ. സൈനിങ് ഓഫ് അഫ്നാസ് ഫ്രം സൈലന്റ് ലേണിംഗ്. ബൈ.